Thank you.
നിർവഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ നിൽക്കുന്നതായ വലിയൊരു ജനസമൂഹം, നമുക്കറിയാം ചിങ്ങവനമാർ അഫ്രൈ സെമിനാരിയുടെ മുമ്പിൽ മാത്രമല്ല കോമ്പൗണ്ട്, ദേറാപ്പള്ളിയിലും തെക്കുവശത്തും അങ്ങ് പടിഞ്ഞാറൂട്ടും എല്ലാം വേണ്ട അരമനയുടെ, ഞാൻ താമസിക്കുന്ന ഈ അരമനയുടെ മുകളില് എന്തുമാത്രം ജനമാ ഈ രണ്ടാം നിലയിൽ നിൽക്കുന്ന നിങ്ങൾ നോക്കണം. അതിനു മുകളിൽ ഇവിടെ അതെ, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും എല്ലാ ദിക്കുകളിൽ നിന്നും വന്ന സകല ജ്ഞാനായ മക്കളുമേ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഒന്ന് ഈ സമുദായത്തെ പ്രതി, സമുദായത്തിന്റെ വളർച്ചയെ പ്രതി, ഈ നമ്മുടെ വൈദിക ശ്രേഷ്ഠരെ പ്രതി, ഈ ജ്ഞാനായ കമ്മിറ്റി അംഗങ്ങളെയും എല്ലാവരെയും, ബലഹീനനായ എന്നെയും എനിക്കൊരപേക്ഷയേ ഉള്ളൂ. നിങ്ങൾ എന്നെ സ്നേഹിക്കുമോ? ഒരു പ്രാവശ്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. യേശു തമ്പുരാൻ പത്രോസ് ശ്ലീഹായോട് ചോദിച്ചു, ശമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ ജ്ഞാനായ മക്കളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സെവേറിയോസ് മെത്രാച്ചനെ നിങ്ങളെ സ്നേഹിക്കുമോ? പത്രോസ് ശ്ലീഹായോട് യേശു തമ്പുരാൻ മൂന്നാമതും ചോദിച്ചു, ശമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ജ്ഞാനായ മക്കളെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവോ? നിങ്ങൾ എത്ര സ്നേഹിച്ചാലും ആ സ്നേഹത്തിന്റെ അനേകം ഇരട്ടി ആ സ്നേഹം മടക്കി തരാൻ മുട്ടിന്മേൽ നിന്ന് കൈകൂപ്പി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഈ ജ്ഞാനായ സമുദായത്തെയും ഞാൻ പരിപൂർണമായിട്ടും സ്നേഹിച്ച് അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജ്ഞായിത്തോമന്റെ പരമ്പരയാണ്. നമ്മൾ ജ്ഞായിത്തോമ, ആ പേര് നമുക്ക് മറക്കാനാവില്ല. അതുകൊണ്ട് ജ്ഞായിത്തോമായുടെ അനുഗ്രഹീതമായ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മളുടെ ഭരിക്കുവാൻ പിതാക്കന്മാര് പാത്രകീസ്ബാവായെ പരമേൽപ്പിച്ചു. അതിനപ്പുറം ഇങ്ങോട്ട് കിടക്കണ്ട, ആ ലൈനിൽ നിന്നാണ്. നിങ്ങൾക്കറിയാമോ, ജ്ഞാനായ സമുദായത്തിന്റെ വലിയ മെത്രാപ്പോലീത്ത അഭിമന്യനായ സേവകർ തിരുമേനി, അദ്ദേഹത്തിന്റെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിയ ദിവസമാണ്. റാന്നി വെല്ലുവിളിയിൽ ഞാൻ പറയുന്നതല്ല, ഞാൻ അവിടെ പോയില്ല. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ചാനൽ തുറന്നു നോക്കണം. കേരളത്തിലെ ഏഷ്യാനെറ്റ് ചാനല്, അതുപോലെ തന്നെ മാതൃഭൂമി ചാനല്, ഈ ചാനലുകാരെല്ലാം എഴുതുന്നു, ജ്ഞാനായ സമുദായത്തിന്റെ വലിയ മെത്രാപ്പോലീത്ത കണ്ണുനീരോടെ, കണ്ണുനീരൊഴുകിക്കൊണ്ട് റാന്നി വെല്ലുവിളിയിൽ കുർബാന അർപ്പിച്ചു. ആ അവസരം ഉണ്ടാക്കിയത് ആരാണ്? ജ്ഞാനായ സമുദായം തെരഞ്ഞെടുത്ത, ഇപ്പോൾ അച്ഛനിവിടെ പറഞ്ഞു, കണ്ടാൽ സുന്ദരനെന്ന്, മുഖത്തു വീഴ്ചയില്ലാത്ത ജ്ഞാനായ സമുദായത്തിന്റെ വലിയ മെത്രാപ്പോലീത്തായിക്ക് ഇന്ന് കണ്ണുനീര് ഊർക്കേണ്ടി വന്നെങ്കിൽ അതിന് ഉത്തരവാദികൾ ജ്ഞാനായ രക്തത്തിൽ പിറന്ന 3 മെത്രാപ്പോലീത്തന്മാരാണ്. ഇതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, യൂദ ഒറ്റിക്കൊടുത്തതുപോലെ യേശുക്രിസ്തുവിനെ ഇവരെ തൂക്കുക, ബാറാബാസിനെ വിട്ടുതരിക, അതല്ല ഇന്ന് നടന്നത്. നിങ്ങൾ ചിന്തിക്കണം, എന്തോ ചെയ്തിട്ടാണ് അദ്ദേഹം അവിടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. എല്ലാ ചാനലുകളിലും ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എനിക്കറിയില്ല. അദ്ദേഹം തെറ്റ് ചെയ്ത് നമുക്കറിയില്ല, ഒരു ജ്ഞാനായക്കാരനും അറിയില്ല അദ്ദേഹം എന്ത് ചെയ്തു തെറ്റ്. ജ്ഞാനായ സമുദായം നിലനിൽക്കുന്നതിന് വേണ്ടി 1882